ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഹരിപ്പാട് വരെ പോകണം. എന്തിനാന്ന് വെച്ചാൽ എപ്പോഴും ആലപ്പുഴ പോയ ഹരിപ്പാട് നമ്മളോട് പിണങ്ങത്തില്ലേ? ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ? അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഹരിപ്പാട് വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രസ്സ് കണ്ടോ? 4.5 വർഷം മുന്നേ ഞാൻ എടുത്ത ഡ്രസ്സാണ്. ഞാൻ എന്റെ ഹെൽത്ത് എന്തോരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും അതുപോലെ ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇപ്പോഴും എനിക്ക് ഡ്രസ്സ് കറക്റ്റ് ആണ്. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ രാവിലെ നടന്ന സംഭവം ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി അൾഷിമേഴ്സിന്റെ അസുഖം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ മറന്നുപോയി. എന്തോ ചെറിയ കാര്യത്തിനാണ് കരഞ്ഞത്. പിന്നെ പുള്ളിക്കാരനെ എടുത്ത് ആശ്വസിപ്പിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ സെറ്റായി വണ്ടിയൊക്കെ കയറിയപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഉണ്ണിയപ്പം പ്രത്യക്ഷപ്പെട്ടെന്ന് വെച്ചാൽ ഉണ്ണിയപ്പം നെയ്പ്പൊക്കെ സാധാരണ കാണുന്ന ഇവിടെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി വീഡിയോ ഞാൻ എടുത്തില്ല. എൻ്റെ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പം നെയ്പ്പൊന്നും കഴിച്ചില്ല. അവൾക്ക് പിന്നെ ചോറും കറിയും വേണ്ടാത്തതുകൊണ്ട് അവൾ ഉണ്ണിയപ്പം കഴിച്ചു. അങ്ങനെ ഈ പൊരിവെല്ലത്ത് നമ്മൾ താണ്ട SBIയുടെ വാതിക്ക് കുറച്ചു നേരം പോസ്റ്റ് ആയപ്പം കൃതിയെ ഓക്കെ ഞാനും ഓക്കെ. അങ്ങനെ കുറച്ച് ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടു. ഈ പാവ കണ്ടോ, കുറെ നാൾ മുന്നേ കാറിൽ ഉപേക്ഷിച്ച പാവയാണ്. അങ്ങനെ പിന്നെ അതെടുത്തു. ഇതിപ്പോ എവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. പോയ വഴിക്ക് എവിടെയോ അത് കളഞ്ഞു. അതും കഴിഞ്ഞ് നമ്മൾ വെറൈറ്റിയിലോട്ട് വെച്ച് പിടിക്കുകയാണ്. മൊത്തം ഒരു ക്രിസ്മസ് മയമായിരുന്നു ഹരിപ്പാട് മുഴുവൻ. എന്തിനാ വെറൈറ്റി പോയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ചെരുപ്പ് ഇത് എൻ്റെ അച്ഛൻ ഇന്നലെ വാങ്ങിച്ച ചെരുപ്പാണ്. ഇത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് രാവിലെ വീട്ടിൽ പോയത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുൽക്കൂടൊക്കെ കണ്ട് യേശുവിനെയൊക്കെ കണ്ട് സന്തോഷമായി. അത് കഴിഞ്ഞ് അവിടെ കിടക്കുന്ന ചെരുപ്പ് കണ്ട് എൻ്റെ കണ്ണ് തള്ളി. എൻ്റെ കണ്ണ് തള്ളിയ സമയം കൊണ്ട് കൃതിയത് ആർക്കൊക്കെയോ ടാറ്റ കൊടുക്കുന്നു. പിന്നെ അവിടെ കാണുന്ന സാധനമൊക്കെ പെറുക്കി കയ്യിലെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സെക്ഷനായിരുന്നു. ഞാൻ ഒരു പേനയാണ് തപ്പിയത്. എത്ര വാങ്ങിച്ചാലും എൻ്റെ വീട്ടിൽ കാണാത്തൊരു സാധനമാണ് പേന. ഒരാൾ റീഫില്ലർ കളയുമ്പോൾ ഒരാൾ ക്യാപ്പ് കളയും. പിന്നെ പേന പോലും കാണത്തില്ല. അങ്ങനെ പിന്നെ കൃതിക്കുള്ള ലഞ്ച് ബോക്സും അതും ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പാറു നേരത്തെ വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈസ്മോളിൻ്റെ താഴെ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മോറിലോട്ട് പോവാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കൃതിയെ ചേട്ടൻ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ മുകളിൽ ചെന്നപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് മയം. അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്ത് നമ്മൾ നേരെ മുറി ചെന്ന് കഴിഞ്ഞാൽ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കണ്ട് കൃതിയെ ഭയങ്കര വഴക്കായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഉത്സവിൽ കയറി ഒരു ഊണ് കഴിച്ചു. ഊണ് നല്ല ഊണായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഇവിടുന്ന് ഊണ് കഴിക്കാത്തതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഊണ് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു മീൻ കറി വെച്ചുണ്ടായിരുന്നു, നല്ല മീനായിരുന്നു. പക്ഷേ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും എൻ്റെ ദേഷ്യം മാറിയിട്ടില്ല. അത് ഞാൻ നാളെ പറയാം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ആൾക്കാരുണ്ടോയെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്യാരേജിൽ പോയി. ഇവിടുത്തെ ഒരു മിറർ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നേരത്തെ ഞാനും പാറും കൂടെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് മയം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കാഴ്ചയുണ്ട്, നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, അതേപോലെ തന്നെ ഒരു അഭിമാനവും തോന്നി കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ഒരു തോട്ട് വരത്തില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ കൊച്ചു കള്ളൻ ഇരുന്ന് മുടിയൊക്കെ വെട്ടുന്ന കണ്ടോ. പുള്ളി അവിടെ ഇരുന്ന് മുടി വെട്ടട്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാനും കൃതിയും കൂടെ അവിടെ ഇരിക്കുന്ന പാവേനെയൊക്കെ കാണാൻ പോയി. ഈ ബുദ്ധനെ കണ്ടോ, എന്തെങ്കിലും ഒരു ദിവസം ഞാനും വാങ്ങും ഈ 4 കുഞ്ഞി ബുദ്ധൻസ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ കൊടുത്തിട്ട് നെയ്യപ്പോ ഉണ്ണിയപ്പോ അച്ചപ്പോ ഒക്കെ ഞാൻ അച്ഛന് കൊടുത്തു. അച്ഛൻ അത് കഴിച്ചു. ആ സമയം കൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങി. എന്താണെന്നറിയാമോ, കുറെ നാളിന് ശേഷം കടന്നു വന്നു എൻ്റെ ജീവിതത്തിലേക്ക് അവൻ മൈഗ്രെയിൻ. അപ്പോഴാണ് അമ്മ കൊടുത്തുവിട്ട മുട്ടയൊന്നും പെറുക്കി വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ അത് പെറുക്കി വെച്ചു. ഈ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ അമ്മ എന്നെ ചീത്ത വിളിക്കും. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന മുട്ടയായിരുന്നു,